നിങ്ങളുടെ എല്ലാം വിലയേറിയ വോട്ടുകൾ കൈപ്പറ്റി അടയാളത്തിൽ രേഖപ്പെടുത്തി വിജയിപ്പിക്കണം എന്നാവശ്യപ്പെടാനാണ് ഇപ്പോൾ ഇവിടെ എത്തുന്നത്. എല്ലാവരുടെയും വീട്ടിൽ നേരിട്ട് വരണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പ്രായോഗികമായി കഴിയില്ല. ആകെ കിട്ടിയത് 12 ദിവസമാണ്. അല്ലെങ്കിൽ റൗണ്ട് ഇതിൽ കൂടെ വരാൻ നമുക്ക് 12 ദിവസം കിട്ടിയ മാത്രമായതുകൊണ്ട് നിയോജകമണ്ഡലം മുഴുവനായിട്ട് ഓടി നടക്കാൻ എന്തായാലും കഴിയാത്തത് കൊണ്ടാണ് ഇപ്പൊ നേരിട്ട് വീട്ടിൽ വന്ന് അപേക്ഷിച്ചായിട്ട് എല്ലാവരും തരുന്നത്. നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ ജയിക്കേണ്ടത്, നമുക്ക് എല്ലാവരുടെയും നേരിട്ട് വരണം എന്നുണ്ടായിരുന്നു. ബൂത്ത് യോഗത്തിനും വരാൻ പറ്റില്ല. കാരണം നമ്മള് മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ 2-3 തവണ കണ്ടതാണ്. വാർഡ് സഭയിൽ മുനിസിപ്പൽ യോഗത്തിലൊക്കെ നമ്മൾ അടുത്ത് കണ്ടത്. ഇത് നമ്മൾ എന്നെ കാണാതെ കുറെ ഭാഗങ്ങളുണ്ട്. നല്ലേപ്പള്ളി, പടയരപ്പള്ളി, ഈ കഴിഞ്ഞ 5-6 മാസമായിട്ട് കാണാം. അപ്പൊ ആ ഭാഗങ്ങളിൽ കുറച്ച് കൂടുതൽ നമ്മൾ ഓടി നടന്നിരിക്കും. നമുക്ക് അവിടെ തീരെ കണ്ടിട്ടില്ല. ഇവിടെയാകുമ്പോൾ നമ്മൾ അടുത്ത കാലത്തേക്ക് ചെയർപേഴ്സൺ എന്ന നിലയ്ക്ക് അത്യാവശ്യം എല്ലാവരും അറിയുന്നതുകൊണ്ട് കുഴപ്പമില്ല. അറിയാത്ത സ്ഥലങ്ങൾ കുറച്ച് പിന്നോക്ക പ്രദേശങ്ങളൊക്കെ ഉണ്ടാവാം. അവിടെയൊക്കെ ഒന്ന് കുറച്ച് കൂടുതൽ ഓടി നടന്നത്. ഏതായാലും നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് നിങ്ങൾ 4 തവണ അച്ഛനെ ജയിപ്പിച്ച ആളുകളാണ്. ഈ ഭാഗത്തുനിന്ന് അച്ഛന് കിട്ടിയ പിന്തുണയും സ്നേഹവും ഒക്കെ എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. അച്ഛന് 4 തവണയും പരിപൂർണമായ പിന്തുണ നൽകിയ ഒരു പ്രദേശമാണ്. ഇവിടെ അച്ഛന് നൽകിയ സ്നേഹത്തിന്റെ മുഴുവൻ കൊടുത്തില്ലെങ്കിലും കുറച്ച് എനിക്ക് തന്ന ഞാൻ നമുക്ക് ഇപ്രാവശ്യം വിജയിച്ച് കയറാമെന്ന വിശ്വാസമുണ്ട്. നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 10 കൊല്ലമായി ഇവിടെ ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരു സർക്കാരും ജനങ്ങളും തമ്മിലുള്ള ഒരു മത്സരം. ഇതിൽ നമുക്ക് ജനങ്ങൾ ജയിക്കും. ജനങ്ങളെ ജയിക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പ്. നമുക്ക് അച്ഛൻ MLA ആയിരുന്ന കാലത്ത് നിങ്ങൾക്കൊരു MLA ഒരു ആവശ്യത്തിന്, ഏത് ആവശ്യത്തിനും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എപ്പോൾ വേണമെങ്കിലും കാണാൻ പറ്റുന്ന, ഏത് ആവശ്യത്തിനും സമീപിക്കാൻ പറ്റുന്ന ഒരു MLA. കഴിഞ്ഞ 10 വർഷമായി അങ്ങനെ ഒരു MLA ഒരു സാമീപ്യം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പൊ നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ, നിങ്ങളുടെ ഒരു മകനെ പോലെ, നിങ്ങളുടെ ഒരു സഹോദരനെ പോലെ, നിങ്ങളുടെ ഒരു കുടുംബാംഗമായി ഞാൻ എല്ലാ സമയത്തും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ഒരു കുടുംബാംഗത്തിന് വോട്ടഭ്യർത്ഥിക്കുന്ന പോലെ എനിക്ക് വേണ്ടി വോട്ടഭ്യർത്ഥിക്കണമെന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. എനിക്ക് വോട്ടഭ്യർത്ഥിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ആരുടെ മുന്നിലും തലകുരിക്കേണ്ടി വരില്ല എന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മുടെ ഈ അമ്പാട്ടിലെ റോഡ് എത്ര കാലമായി നമ്മളെ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരുപാട് പറയാം. നിങ്ങളെല്ലാവരും കൂടെ ഗോപനെ ജയിപ്പിച്ചു, അപ്പുറത്ത് കാശിയാട്ടിനെ ജയിപ്പിച്ചു. നമ്മള് 2 മാസം കൊങ്ങമ്പടിക്ക് മുമ്പ് നമ്മളെ റോഡ് കൊങ്ങമ്പടിക്ക് മുമ്പ് നമ്മളെ റോഡ് പണി കൊങ്ങമ്പട ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു, കാലാകാലമായി നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ മുനിസിപ്പാലിറ്റി എന്തെങ്കിലും നമുക്ക് കൊങ്ങമ്പടിയുമായി ബന്ധപ്പെട്ട് മുനിസിപ്പാലിറ്റി ആ ചടങ്ങ് നടത്താൻ നമ്മൾ എന്തെങ്കിലും സഹായിക്കണം എന്ന തീരുമാനം കൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ബഡ്ജറ്റിൽ കൊങ്ങമ്പടിക്ക് എല്ലാ വർഷവും 1 ലക്ഷം രൂപ ഗ്രാന്റ് നമ്മൾ തീരുമാനിച്ചു. എല്ലാ വർഷവും ഇനി കൊങ്ങമ്പടിക്ക് മുനിസിപ്പാലിറ്റിയുടെ വക 1 ലക്ഷം രൂപ ഗ്രാന്റ്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു ചടങ്ങ്, നമ്മുടെ നാട്ടിൽ 10,000-കണക്കിന് ആളുകൾ മറ്റ് പ്രദേശത്തു നിന്ന് വരുന്നൊരു ഒരു പരിപാടിക്ക് മുനിസിപ്പാലിറ്റി അതിൻ്റെതായ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണമെന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്തവണ കൊങ്ങമ്പടിക്കും തട്ടമംഗലത്ത് നടക്കുന്ന അങ്ങാടി വേലയ്ക്കും 1 ലക്ഷം രൂപ നമ്മൾ ഗ്രാന്റ് വെച്ചത്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അത് 3035 കോടിയുടെ കണക്കും വികസന രേഖയൊക്കെ നിങ്ങളുടെയൊക്കെ വീട്ടിൽ പലയിടത്തും എത്തിയിട്ടുണ്ടോ? എത്തിയാ? ഇപ്പൊ കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് 3035 കോടിയുടെ വികസനം നടത്തി എന്ന് പറഞ്ഞിട്ടുള്ള വികസന രേഖ എത്തിയാ? അങ്ങനെ പലതും എത്തിയിട്ടുണ്ടോ? ഞാനിപ്പോ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില സ്ഥലത്ത് പോയി നോക്കാൻ പോകും. 8 കൊല്ലമായി ഒരു പാലം വീണിട്ട് കഴിഞ്ഞ പ്രളയത്തിൽ വീണതാണ്.
2018 വീണ പാലം ഇപ്പോഴും പുഴയുടെ നടുവിൽ കിടക്കുക. വെള്ളം അതിന്റെ മുകളിൽ കൂടെ, വെള്ളം കൂടുതൽ വരുന്ന സമയത്ത് മുകളിൽ കൂടെ ഒഴുകിയിട്ടു, അല്ലെങ്കിൽ സൈഡിൽ കൂടെ ഒഴുകിയിട്ടു. 8 കൊല്ലമായി വീണ ഒരു പാലത്തെ പുനർനിർമ്മിക്കാൻ പറ്റാത്ത ആളാണ്. ഗോപാലപുരം മുതൽ ഇരട്ടക്കുളം വരെ, പാലക്കാട് പൊള്ളാച്ചി റോഡിലെ ഇരട്ടക്കുളത്ത് ഗോപാലപുരം വരുന്ന നമ്മുടെ ഭാഗത്ത്, നമ്മുടെ നിയോജകമണ്ഡലത്തിൽ കുറച്ച് ദൂരമാണ് വരുന്നത്. ആ സ്ഥലത്ത് മാത്രം കഴിഞ്ഞ 2 വർഷത്തിൽ 13 പേരാണ് കുഴിയിൽ വീണ് മരണപ്പെട്ടത്. ഒരു 3 കോടി രൂപ ഉണ്ടെങ്കിൽ ആ 13 പേരുടെ ജീവൻ രക്ഷപ്പെടുത്താമായിരുന്നു. 3035 കോടിയുടെ കണക്ക് പറയുന്ന ആളുകൾ ഒരു 3 കോടി രൂപ മുടക്കി ഈ 13 പേരുടെ ജീവൻ രക്ഷപ്പെടുത്താൻ കഴിയാത്ത ആളുകളാണ് വലിയ വികസന കാര്യങ്ങൾ പറഞ്ഞു. 3035 കോടി പറഞ്ഞ ചെറുതല്ല. നമ്മുടെ ചിറ്റൂർ നിയോജകമണ്ഡലത്തിൽ 156 വാർഡാണ് എല്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കൂടെ 156 വാർഡാണ് നേരത്തെ ഉണ്ടായിരുന്നത്. 156 വാർഡിലും 3035 കോടി ഒന്ന് പങ്കിയെടുത്ത ഓരോ വാർഡിലും 20 കോടി വേണം. നിങ്ങളുടെ വാർഡിൽ 20 കോടിയുടെ വികസനം നടത്തുന്നുണ്ടോ ഞാൻ ചോദിക്കില്ല. 20 ലക്ഷത്തിന്റെ എങ്കിലും നടത്തുന്നു ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? സർക്കാരിന്റെ പണം 20 ലക്ഷം കൂടെ ചെലവഴിച്ചെന്ന് പറയാൻ പറ്റുമോ? ഉണ്ടോ? ഇല്ല. അപ്പോഴാണ് 3035. എല്ലാ വാർഡിലും ഞാൻ ചോദിക്കുന്ന ചോദ്യമാണ്, എവിടെയും 20 ലക്ഷത്തിന്റെ കാണാൻ പറ്റും. ചിലവിടെ ഒരു മിനി മാസ് ലൈറ്റ് മാത്രം വെച്ചത്, വൈദ്യുതി വകുപ്പ് ആയതുകൊണ്ട് അത് വലിയ ബുദ്ധിമുട്ടില്ലാതെ വെക്കും. മിനി മാസ് ലൈറ്റ് മാത്രം വെച്ചത്, വേറെ ഒരു സ്ഥലത്തും ഒരു വികസനം നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇവരുടെ ഈ നോട്ടീസിലും ഇവരുടെ പ്രസ്താവനകളിലും അല്ലാതെ ഒരു വികസനവും ജനങ്ങളുടെ കണ്ണിൽ കാണുന്ന, ജനങ്ങൾക്ക് ഉപകാരപ്രദമുള്ള ഒരു വികസനവും കാണുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ നോട്ടത്തിൽ കാണുന്നത്. ഇന്ന് രാവിലെ 2 ചാനലുകാരുണ്ട്, ബിഗ് ടിവിക്കാരും മീഡിയ മണ്ണുകാരും. 2 പേരും ചോദ്യം, കഴിഞ്ഞ 5 വർഷത്തെ മന്ത്രിയുടെ പ്രവർത്തനം വിലയിരുത്തലാവില്ലേ ഈ തെരഞ്ഞെടുപ്പ്? ഞാൻ പറഞ്ഞു എനിക്ക് ചിറ്റൂരിലെ ജനങ്ങളോട് പറയാനുള്ളതാണ്, മന്ത്രിയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി വോട്ട് ചെയ്താൽ മതി. അത് തന്നെയാണ് നമ്മുടെ ആത്മവിശ്വാസം. മന്ത്രിയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി വോട്ട് ചെയ്താൽ മതി തന്നെയാണ് നമ്മുടെ ആവശ്യം. അത് ഞാൻ 2 ചാനലുകാരോട് ഞാൻ പറഞ്ഞ കാര്യം. നമുക്ക് കഴിഞ്ഞ 10 വർഷത്തെ ഇവിടുത്തെ ജനപ്രതിനിധിയുടെ പ്രവർത്തനം വിലയിരുത്തി ജനങ്ങൾ വോട്ട് ചെയ്താൽ മതി. അങ്ങനെ വിലയിരുത്തി വോട്ട് ചെയ്യണമെങ്കിൽ ആ വോട്ട് UDF-നായിരിക്കും. അതുകൊണ്ട് നമ്മുടെ വിജയം സുനിശ്ചിതമാണ്. പക്ഷെ നമ്മുടെ പ്രദേശത്ത് നമ്മൾ ഏപ്രിൽ 9-ാം തീയതി വൈകുന്നേരം വരെ ജാഗ്രതയോടുകൂടെ നമ്മുടെ വോട്ടർമാരെ മുഴുവൻ ബൂത്തിലെത്തിക്കുന്നത് വരെ നമ്മൾ വിശ്രമമില്ലാതെ ഒരു പ്രയത്നം